Welcome back, my dear students and friends. Today, you are going to learn Chapter 3 of Computerized Accounting, Use of Spreadsheet in Business Applications. ആ ചാപ്റ്ററിലെ അസറ്റ് അക്കൗണ്ടിംഗ് ആണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ അക്കൗണ്ടൻസിയുടെയോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെയോ കൂടുതൽ വീഡിയോസോ നോട്ട്സോ ആവശ്യമുണ്ടെങ്കിൽ ബ്ലോഗ് സന്ദർശിക്കുക www.manojmelekandi.blogspot.com. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അക്കൗണ്ടിംഗ് ഓഫ് അസറ്റ്സ്. അസറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിന് ഓരോ വർഷവും എത്രയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്, ആ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അസറ്റ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് കാണിക്കുമ്പോൾ അതിൻ്റെ സപ്പോർട്ടിംഗ് ഷെഡ്യൂളുകൾ തയ്യാറാക്കുക. ഇതൊക്കെയാണ് അക്കൗണ്ടിംഗ് ഓഫ് അസറ്റ്സ് അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അക്കൗണ്ടിംഗ് ഓഫ് അസറ്റ്സ്. ഇറ്റ് ഇൻവോൾവ്സ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ, മെയിൻ്റനൻസ് ഓഫ് അസറ്റ് രജിസ്റ്റർ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഷെഡ്യൂൾ ഫോർ റിപ്പോർട്ടിംഗ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതുപോലെ ഡിപ്രീസിയേഷൻ കാണാനായിട്ട് ബേസിക്കായിട്ട് 2 മെത്തേഡുകളാണുള്ളത്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? നമുക്ക് നോക്കാം. The 2 basic methods for calculating depreciation are, first one, straight line method or fixed installment method or original cost method. Second, written down value method or diminishing balance method or book value method. ആദ്യത്തെ മെത്തേഡാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓർ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഓർ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഈ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എത്രയാണോ ആ ഒറിജിനൽ കോസ്റ്റിൻ്റെ ബേസിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് കൂടി പറയുന്നത്. ഹിയർ ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് on the basis of original cost of the asset. The SLN function is used to calculate depreciation under straight line method. Its syntax is equal to SLN cost, salvage, life. ഇപ്പോൾ ഇവിടെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ പർച്ചേസ് കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസസ് ആണ്. ഒരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന പൈസ കൂടാതെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജും ആ ഒരു അസറ്റ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജും ആ ഒരു അസറ്റ് വർക്കിംഗ് കണ്ടീഷൻ ആകുന്നത് വരെ അസറ്റിന് വേണ്ടി എന്തൊക്കെ പൈസയാണോ ചിലവാക്കുന്നത് അതെല്ലാം ചേർന്നതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. സ്ക്രാപ്പ് വാല്യൂ അല്ലെ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി വാല്യൂ വിച്ച് ഈസ് റിയലൈസബിൾ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഒരു അസറ്റ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫിന് ശേഷം വിറ്റാൽ കിട്ടുന്ന തുക എത്രയാണോ അതിനെയാണ് പറയുന്നത് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. 10 വർഷമാണ് ഒരു അസറ്റിൻ്റെ ലൈഫെങ്കിൽ 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അസറ്റ് നമ്മൾ വിൽക്കുമ്പോൾ എത്ര തുകയാണോ ലഭിക്കുന്നത് അതിനെയാണ് പറയുന്നത് സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ലൈഫ് എന്ന് പറയുമ്പോൾ ടോട്ടൽ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസറ്റ്. എത്ര വർഷമാണോ ഈ അസറ്റ് നമുക്ക് യൂസ്ഫുള്ളായിട്ട് ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക അതാണ് ലൈഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഗിവൺ ബിലോ ആർ ദി ഡീറ്റെയിൽസ് ഓഫ് വേരിയസ് അസറ്റ്സ് ഓഫ് എ ഫേം. കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് യൂസിങ് സ്പ്രെഡ്ഷീറ്റ്. അസറ്റ് 2 അസറ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് പർച്ചേസ്, ഇൻസ്റ്റലേഷൻ ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, പ്രീ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, സാൽവേജ് വാല്യൂ, ലൈഫ് ഇൻ ഇയേഴ്സ്. നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രൊസീജിയർ നമുക്കൊന്ന് നോക്കാം, എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണാം. ഫസ്റ്റ് ഓപ്പൺ ലിബ്രെ ഓഫീസ് കാൽക്ക്, ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ് കാൽക്ക്. സാധാരണ ചെയ്യുന്നത് പോലെ ആപ്ലിക്കേഷൻ മെനുവിൽ ഓഫീസ്, അതിനുശേഷം ലിബ്രെ ഓഫീസ് കാൽക്ക് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ലൈൻ അവിടെ ഒഴിച്ചു വെക്കുക. എന്നിട്ട് സെക്കൻഡ് ലൈനിൽ നമ്മൾ കോളം ഹെഡിങ്ങുകൾ ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് മെയിൻ ഹെഡിങ് ടൈപ്പ് ചെയ്യാനാണ്. അപ്പോൾ എത്ര കോളം വേണോ അതിനനുസരിച്ച് വേണം നമുക്ക് മെയിൻ ഹെഡിങ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ആദ്യം നമുക്ക് കോളം ഹെഡിങ്ങുകൾ നമുക്ക് ആദ്യം ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് A2 എന്ന് പറയുന്ന സെല്ലിൽ അസറ്റിൻ്റെ പേര്, B2 പർച്ചേസ് കോസ്റ്റ്, C2 ഇൻസ്റ്റലേഷൻ,
ഡി ടു ട്രാൻസ്പോർട്ടേഷൻ, ഇ ടു പ്രീ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇത്രയും കോളംസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു തന്നെയാണ്. അത് അതേപോലെ ഇവിടെയും എൻ്റർ ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു കോളം വേണം. കോസ്റ്റ് ടു യൂസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കാണാനായിട്ട് ഒരു പ്രത്യേക കോളം നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അടുത്ത കോളം ഹെഡിങ് എന്ന് പറയുന്നത് F2-ൽ ടോട്ടൽ കോസ്റ്റ്, G2-ൽ സാൽവേജ് വാല്യൂ, H2-ൽ ലൈഫ്, I2-ൽ ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടിയിട്ട് ഒരു കോളം, J2-ൽ ഓരോ അസറ്റിൻ്റെയും ക്ലോസിംഗ് ബാലൻസ് കാണാൻ വേണ്ടിയിട്ട് ഒരു കോളം. കോളം ഹെഡിങ്ങുകൾ മുഴുവനും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത് മെയിൻ ഹെഡിങ് ആണ്. എൻ്റർ മെയിൻ ഹെഡിങ് അസറ്റ് അക്കൗണ്ടിങ് ബൈ മെർജിങ് സെൽസ് A1 ടു J1. A1 മുതൽ J1 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേർജ് സെൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലുകൾ കംപ്ലീറ്റ് മേർജ് ചെയ്തുകൊണ്ട് ഒറ്റ സെല്ലായിട്ട് മാറുന്നതായിട്ട് കാണാം. അവിടെ ഹെഡിങ് ടൈപ്പ് ചെയ്യുക അസറ്റ് അക്കൗണ്ട്. അത് സെൻട്രലൈസ് ചെയ്യണമെങ്കിൽ ഇതവിടെ കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അസറ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് സെൻട്രലൈസ് ചെയ്ത് വരും. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നാലാമത്തെ സ്റ്റേജിൽ എൻ്റർ ദി ഗിവൺ ഡീറ്റെയിൽസ്. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നമ്മുടെ കോളങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് എൻ്റർ ഫോർമുല ടു ഫൈൻഡ് ടോട്ടൽ കോസ്റ്റ് ഇൻ സെൽ F3. നമ്മളവിടെ ഒരു എക്സ്ട്രാ കോളം കൊടുത്തിരുന്നു F2-ൽ ടോട്ടൽ കോസ്റ്റ്. അതിന് നേർക്ക് F3 സെല്ലിൽ നമ്മളതിൻ്റെ ടോട്ടൽ, ആദ്യത്തേതിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കുക, ടോട്ടൽ കോസ്റ്റ്. അതിന് ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല ടൈപ്പ് ചെയ്യുക, ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ B3:E3. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു B3 പ്ലസ് C3 പ്ലസ് D3 പ്ലസ് E3 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്താലും മതി. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് I3-ൽ ഡിപ്രീസിയേഷൻ കാണാനുള്ള ഫോർമുല ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഡിപ്രീസിയേഷൻ കാണാനുള്ള ഫോർമുല ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് SLN ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ I3-ൽ നമുക്ക് ആ SLN ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡിപ്രീസിയേഷൻ കാണാം. അതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു SLN എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ആദ്യം കൊടുക്കേണ്ട ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് F3-ലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം കൊടുക്കേണ്ടത് F3, പിന്നെ കൊടുക്കേണ്ടത് സാൽവേജ് വാല്യൂ ആണ്. സാൽവേജ് വാല്യൂ ഉള്ളത് G3-ലാണ്. ഇപ്പോൾ G3, ലൈഫ് ഓഫ് ദി അസറ്റ്, അസറ്റിൻ്റെ ലൈഫ് ഉള്ളത് H3-ലാണ്. അതുകൊണ്ട് H3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് ഈ ഫോർമുല പ്രകാരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കണം. J3 എന്ന് പറയുന്ന സെല്ലിൽ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ കോസ്റ്റ് മൈനസ് അതിൻ്റെ ഡിപ്രീസിയേഷൻ. അതുകൊണ്ട് ആ സെല്ലിൽ എൻ്റർ ചെയ്യുക ഈക്വൽ ടു F3 എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിൻ്റെ സെല്ലാണ്, മൈനസ് I3 എന്ന് പറയുന്നത് ഡിപ്രീസിയേഷനാണ്. അപ്പോൾ F3 മൈനസ് I3. അതിനുശേഷം കോപ്പി ദി സെൽസ് ഫോർ റിമൈനിങ് അസറ്റ്സ് ഓൾസോ. നമുക്ക് ബാക്കിയുള്ള അസറ്റുകൾക്കും കൂടി ഈ എൻ്റർ ചെയ്തിരിക്കുന്ന ഫോർമുലകൾ കംപ്ലീറ്റ് കോപ്പി ചെയ്യാം. ഇനി ഏതെങ്കിലും കോളത്തിൻ്റെ ടോട്ടൽ കാണണമെങ്കിൽ ആ കോളം സെലക്ട് ചെയ്യുക, ഓട്ടോ സം പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ആ കോളത്തിൻ്റെ താഴെ ഈക്വൽ ടു സം, ആ റേഞ്ച് അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടോട്ടൽ അവിടെ വരും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അസറ്റ് അക്കൗണ്ടിങ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് രണ്ടാമത്തെ മെത്തേഡാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓർ ഡെമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഓർ ബുക്ക് വാല്യൂ മെത്തേഡ്. ഇവിടെ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് ഓരോ വർഷവും അസറ്റിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണോ ആ ബുക്ക് വാല്യൂയുടെ അടിസ്ഥാനത്തിലാണ്. ഓരോ വർഷത്തെയും അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണോ ആ ഓപ്പണിംഗ് ബാലൻസിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷത്തെ ഡിപ്രീസിയേഷൻ നോക്കുമ്പോഴും ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കാൽക്കുലേഷനാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലെ ഡെമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. നോക്കാം. ഹിയർ ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ് ഈച്ച് ഇയർ. DB function is used for calculating depreciation under this method. ഈ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാണാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് DB ആണ്. അതിൻ്റെ സിൻറ്റാക്സ് നമുക്ക് നോക്കാം. ഈക്വൽ ടു DB ബ്രാക്കറ്റിൽ കോസ്റ്റ്, സാൽവേജ്, ലൈഫ്, പീരീഡ്, മന്ത്. അപ്പോൾ നേരത്തെ പഠിച്ച ഡിപ്രീസിയേഷൻ കാണാനുള്ള ആ മെത്തേഡിൽ കൊടുത്തിരിക്കുന്ന അതേ രീതിയിലാണ്, പക്ഷേ രണ്ട് ആർഗ്യുമെൻ്റ് എക്സ്ട്രാ വരണം. ഈക്വൽ ടു DB
കോസ്റ്റ്, സാൽവേജ്, ലൈഫ്, ആ 3 ആർഗ്യുമെന്റ് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. കോമ, പീരീഡ്, മന്ത്, അത് രണ്ടുമാണ് എക്സ്ട്രാ വന്ന ആർഗ്യുമെന്റ്സ്. നമുക്ക് നോക്കാം. കോസ്റ്റ് എന്ന് പറയുന്നത് പർച്ചേസ് കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസ് ആണ്. ഒരു അസറ്റ് വർക്കിംഗ് കണ്ടീഷൻ ആകുന്നത് വരെ ആ അസറ്റിന് എന്തൊക്കെ ചിലവ് വരുന്നു അതൊക്കെ അസറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ. ആ ഒരു അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫിന് ശേഷം ആ അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് എത്ര പൈസയാണോ കിട്ടുന്നത് അതിനെയാണ് പറയുന്നത് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം തുരുമ്പ് വില എന്ന് പറയാം. ലൈഫ് ഓഫ് ദി അസറ്റ്, ആ അസറ്റ് എത്ര വർഷം നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ അതാണ് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് പീരീഡ് എന്ന് പറയുന്നത് ഈ ഒരു അസറ്റിന്റെ ഡിപ്രീസിയേഷൻ എത്രാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷനാണ് നമ്മൾ കണക്കാക്കേണ്ടത്, അതാണ് പീരീഡ്. ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ വേണ്ടി 1, രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ ആണ് കണക്കാക്കുന്നതെങ്കിൽ 2, മൂന്നാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ ആണ് കണക്കാക്കുന്നതെങ്കിൽ 3. അപ്പോൾ എത്രാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ ആണോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതാണ് പീരീഡ് എന്ന് പറയുന്നത്. ദി ഇയർ ഫോർ വിച്ച് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ്. നെക്സ്റ്റ് വരുന്നതാണ് മന്ത് എന്ന് പറയുന്നത് എത്രാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും മന്ത് കൊടുക്കണം. അപ്പോൾ മന്ത് എന്ന് പറയുന്നത് ആദ്യത്തെ വർഷം ഈ അസറ്റ് എത്ര മാസം ബിസിനസ്സിൽ ഉപയോഗിച്ചു അതാണ് മന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. നമ്പർ ഓഫ് മന്ത്സ് ഇൻ ദി ഫസ്റ്റ് ഇയർ, ആദ്യത്തെ വർഷം ഈ അസറ്റ് എത്ര മാസമാണോ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത് അതാണ് മന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്കിതിനൊരു എക്സാമ്പിൾ നോക്കാം. എ മെഷീനറി ഈസ് പർച്ചേസ്ഡ് ഓൺ 1st August 2019 for rupees 40,000 and installation charge is rupees 2,000. The salvage value after 5 years will be rupees 3,000. Ascertain the amount of depreciation of third year using DB function in calc, assuming that the books are closed on 31st March every year. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാണാനുള്ള ഫംഗ്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. അത് കാണാനുള്ള ഫംഗ്ഷൻ ഈക്വൽ ടു DB ബ്രാക്കറ്റിൽ കോസ്റ്റ്, സാൽവേജ്, ലൈഫ്, പീരീഡ്, മന്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കോസ്റ്റ് നമുക്ക് നോക്കാം. കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പർച്ചേസ് പ്രൈസ് പ്ലസ് അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് എക്സ്പെൻസസ് ഒക്കെ ആഡ് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ വരുന്നത് അസറ്റ് വാങ്ങിക്കുന്നത് 40,000 ആണ്, അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ് 2,000 ആണ്. അപ്പോൾ 40,000 പ്ലസ് 2,000 42,000 ആണ് അസറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ സാൽവേജ് വാല്യൂ ആഫ്റ്റർ 5 ഇയർ വിൽ ബി 3,000, സാൽവേജ് വാല്യൂ 3,000. ലൈഫ് എന്ന് പറയുന്നത് ആഫ്റ്റർ 5 ഇയേഴ്സ് എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ലൈഫ് 5. പീരീഡ് എന്ന് പറയുന്നത് എത്രാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ വർഷമാണ് അവിടെ എഴുതേണ്ടത്. ഇവിടെ പറയുന്നത് അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് തേർഡ് ഇയർ, മൂന്നാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ ആണ് കാണേണ്ടത്, അതുകൊണ്ട് തന്നെ പീരീഡ് എന്ന് പറയുന്നത് 3. മന്ത് എന്ന് പറയുന്നത് ഒന്നാമത്തെ വർഷം ഈ അസറ്റ് എത്ര മാസമാണോ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത് അതാണ് മന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കേണ്ടത്. എല്ലാ വർഷവും ബുക്സ് ക്ലോസ് ചെയ്യുന്നത് 31st മാർച്ചിലാണ്. ആദ്യത്തെ വർഷം അസറ്റ് വാങ്ങിക്കുന്നത് 1st ഓഗസ്റ്റിലാണ്. അപ്പോൾ 1st ഓഗസ്റ്റിന് ശേഷമാണ് ഈ അസറ്റ് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ 1st ഓഗസ്റ്റിന് ശേഷം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 8 മാസമാണുള്ളത്. ഈ 8 മാസമാണ് ഈ അസറ്റ് ആദ്യത്തെ വർഷം ബിസിനസ്സിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ മന്ത് എന്ന് പറയുന്നിടത്ത് 8 എന്ന് കൊടുക്കും. ഇനി ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ ഈക്വൽ ടു DB ബ്രാക്കറ്റിൽ കോസ്റ്റ് 42,000, സാൽവേജ് 3,000, ലൈഫ് 5, പീരീഡ് 3, മന്ത് 8. ഇത്രയായി കഴിഞ്ഞാൽ ഡിപ്രീസിയേഷനായി. നോക്കാം. ആദ്യം കോസ്റ്റ് എൻ്റർ ചെയ്യുന്നു 42,000, സാൽവേജ് 3,000, ലൈഫ് 5, പീരീഡ് 3, മന്ത് 8. ഇനി ഡിപ്രീസിയേഷൻ കാണാനുള്ള ഫംഗ്ഷൻ നമ്മൾ മറ്റൊരു സെല്ലിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഈക്വൽ ടു DB 42,000, 3,000, 5, 3, 8. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ എത്രയാണോ ആ ഡിപ്രീസിയേഷൻ അവിടെ തെളിഞ്ഞു വരുന്നു.
ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കാം. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഫോർ ദി ഫോളോയിങ് ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ദി റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് ദി അസറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ 2016-17, ദാറ്റ് ഈസ് ആഫ്റ്റർ 2 years ഓഫ് പർച്ചേസ്. അതിൻ്റെ അകത്ത് 4 അസറ്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അസറ്റിൻ്റെ സീരിയൽ നമ്പർ, നെയിം, പർച്ചേസ് ഡേറ്റ്, പർച്ചേസ് കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസ്, പ്രീ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, സാൽവേജ് വാല്യൂ, ലൈഫ് ഇൻ ഇയേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ഡിപ്രീസിയേഷൻ കണക്കാക്കാനുള്ള ഫംഗ്ഷൻ ഏതാണെന്ന് നമുക്കറിയണം. ഡെമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ് അല്ലെങ്കിൽ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ അതിനുപയോഗിക്കുന്ന ഫംഗ്ഷൻ ഡി ബി ആണ്. അതിൻ്റെ സിൻറ്റാക്സ് വരുന്നത് ഈക്വൽ ടു ഡി ബി ബ്രാക്കറ്റിൽ കോസ്റ്റ് കോമ സാൽവേജ് കോമ ലൈഫ് കോമ പീരീഡ് കോമ മന്ത്. അപ്പോൾ നമുക്ക് ഇത്രയും വിവരങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ അതേപോലെ കമ്പ്യൂട്ടറിൽ ആദ്യം എൻ്റർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്ന കോളംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തീരുമാനിക്കാം. ആദ്യം നമ്പർ വേണം, അസറ്റ് നെയിം വേണം, പർച്ചേസ് ഡേറ്റ് വേണം, പർച്ചേസ് കോസ്റ്റ് വേണം, ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസ് വേണം, പ്രീ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വേണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോർമുല പ്രകാരം നമുക്ക് ആദ്യം വേണ്ടുന്ന ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് പർച്ചേസ് കോസ്റ്റും ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസും പ്രീ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് കോസ്റ്റ്. അതുകൊണ്ട് തന്നെ പ്രീ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ കോളം നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുക, ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഇൻ യൂസ്. അതിനകത്ത് നമ്മൾ പർച്ചേസ് കോസ്റ്റും ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസും പ്രീ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ആഡ് ചെയ്തിട്ടാണ് ആ കോളത്തിൽ ഡാറ്റ വരേണ്ടത്. പിന്നെ വരുന്നത് സാൽവേജ് വാല്യൂ, ലൈഫ്, അതൊക്കെ നമുക്ക് തന്ന അതേപോലെ അതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാം. പിന്നെ വരുന്നത് പീരീഡ്. പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ആഫ്റ്റർ 2 years ഓഫ് പർച്ചേസ് ആണ്. അപ്പോൾ 2 എന്നുള്ളതാണ് പീരീഡിൽ കാണിക്കേണ്ടത്. രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് മന്ത്. അപ്പോൾ മന്ത് എന്ന് പറയുന്നത് ഈ ഓരോ അസറ്റുകളും ഫസ്റ്റ് ഇയറിൽ എത്ര മാസമാണോ ഉപയോഗിക്കുന്നത് ആ നമ്പർ ഓഫ് മന്ത്സ് ആണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഫസ്റ്റ് അസറ്റിൻ്റെ കേസിൽ ഫസ്റ്റ് മെയ്യിലാണ് വാങ്ങിക്കുന്നത്, 31 March ആണ് ഇയർ എൻഡ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മെയ് മുതൽ 31 March വരെ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 8 മാസമാണുള്ളത്. അപ്പോൾ ആദ്യത്തെ അസറ്റ് 8 മാസമായിരിക്കും ബിസിനസ്സിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ 8 എന്നാണ് ആ കോളത്തിൽ വരേണ്ടത്, ആ ഒരു സെല്ലിൽ വരേണ്ടത്. രണ്ടാമത്തെ ഫർണിച്ചർ ഫസ്റ്റ് ജൂൺ 2015 ആണ്. ഇപ്പോൾ ഫസ്റ്റ് ജൂൺ 2015 എന്ന് പറയുമ്പോൾ ജൂൺ മുതൽ 31 March വരെയുള്ള എത്ര മാസമാണുള്ളത് അത്രയും മാസത്തെ നമ്പറാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ജൂൺ മുതൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 10 മാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ 10 എന്നാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. മൂന്നാമത്തത് ഫിക്സ്റ്റേഴ്സ്. ഫസ്റ്റ് ഏപ്രിലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏപ്രിൽ മുതൽ 31 March വരെ 12 മാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ 12 എന്ന് എൻ്റർ ചെയ്യണം. പിന്നെ വെഹിക്കിൾസ് ഫസ്റ്റ് ജൂലൈ മുതൽ 31 March വരെ. അപ്പോൾ ഫസ്റ്റ് ജൂലൈ മുതൽ 31 March വരെ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് 9 മാസമാണ്. അതുകൊണ്ട് തന്നെ ആ സെല്ലിൽ വരേണ്ടത് 9 എന്നാണ്. ഡിപ്രീസിയേഷൻ കണ്ടു കഴിഞ്ഞാൽ ഈ ഓരോ അസറ്റിൻ്റെയും ക്ലോസിംഗ് ബാലൻസ് എത്രയാണോ ആ ക്ലോസിംഗ് ബാലൻസ് കാണിക്കാൻ വേണ്ടി ഒരു കോളം കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം, അതിൻ്റെ പ്രൊസീജിയർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്പൺ ലിബ്രെ ഓഫീസ് കാൽക്ക്, ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ് കാൽക്ക് സാധാരണ ചെയ്യുന്നത് പോലെ. നെക്സ്റ്റ് ടൈപ്പ് കോളം ഹെഡിങ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. കോളം ഹെഡിങ്ങുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ ലൈന് അവിടെ ഒഴിച്ചു വെക്കുക, മെയിൻ ഹെഡിങ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ ലൈനിൽ A2 സെല്ലിൽ നമ്പർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേപോലെ എൻ്റർ ചെയ്യാം. പിന്നെ അസറ്റ് നെയിം B2ൽ, C2ൽ പർച്ചേസ് ഡേറ്റ്, D2ൽ പർച്ചേസ് കോസ്റ്റ്, E2ൽ ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസ്, F2 പ്രീ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. പിന്നെ വരുന്നത് G2ലാണ്. G2 കോളത്തിൽ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ടു യൂസ്. H2ൽ സാൽവേജ് വാല്യൂ, I2 ലൈഫ്, J2 പീരീഡ്, K2 മന്ത്, L2 ഡിപ്രീസിയേഷൻ, M2 ക്ലോസിംഗ് ബാലൻസ്. ഇത്രയാണ് കോളം ഹെഡിങ്ങുകൾ നമുക്ക് വേണ്ടുന്നത്. അതിനുശേഷം എൻ്റർ മെയിൻ ഹെഡിങ് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ അണ്ടർ ഡെമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ബൈ മേർജിങ് സെൽസ് A1 to M1. A1 മുതൽ
M1 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേർജ് സെല്ല് കാണും, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ സെല്ലുകൾ കംപ്ലീറ്റ് മേർജ് ചെയ്ത് ഒറ്റ സെല്ലാവും. അവിടെ മെയിൻ ഹെഡിങ് ടൈപ്പ് ചെയ്യുക, കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. അത് സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടി ഇതെവിടെ കാണുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻട്രലൈസ് ചെയ്ത് വരും. നെക്സ്റ്റ്, എൻ്റർ ദി ഡീറ്റെയിൽസ് ആസ് ഗിവൺ. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഏതൊക്കെ സെല്ലിലാണോ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതെല്ലാം എൻ്റർ ചെയ്യുക. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അതേപോലെ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ്, എൻ്റർ ഫോർമുല ടു ഫൈൻഡ് ടോട്ടൽ കോസ്റ്റ് ഇൻ സെൽ G3. ജി എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റിന് വേണ്ടി ഒരു പ്രത്യേക കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ അസറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുക, ഈക്വൽ ടു D3 പ്ലസ് E3 പ്ലസ് F3, അല്ലെങ്കിൽ ഈക്വൽ ടു സം D3 കോളൺ F3. നെക്സ്റ്റ്, എൻ്റർ പീരീഡ് ഇൻ സെൽസ് J3 ആസ് 2. ദി പീരീഡ് ഓഫ് ഡിപ്രീസിയേഷൻ ടു ബി കാൽക്കുലേറ്റഡ്. രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷനാണ് എല്ലാ അസറ്റിൻ്റെയും കാണേണ്ടത്. അതുകൊണ്ട് തന്നെ പീരീഡ് എന്ന് പറയുന്ന കോളത്തിൽ എല്ലാ സ്ഥലത്തും 2 എന്ന് എൻ്റർ ചെയ്യാം. നെക്സ്റ്റ്, എൻ്റർ മന്ത്സ് ഇൻ സെൽസ് K3 ടു K6. നമ്മൾ നേരത്തെ കണ്ടു, ഓരോ അസറ്റും വാങ്ങിച്ചിട്ട് ആദ്യത്തെ വർഷം എത്ര മാസമാണോ ബിസിനസ്സിൽ ഉപയോഗിച്ചത് ആ നമ്പറാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ അസറ്റ് 11 മാസമാണ് ഉപയോഗിച്ചത്, രണ്ടാമത്തെ അസറ്റ് 10 മാസം, മൂന്നാമത്തെ അസറ്റ് 12 മാസം, നാലാമത്തെ അസറ്റ് 9 മാസം. അതൊക്കെ ആ സെല്ലുകളിൽ 1 by 1 ആയിട്ട് എൻ്റർ ചെയ്യാം. നെക്സ്റ്റ്, എൻ്റർ ഫോർമുല ഫോർ ഡിപ്രീസിയേഷൻ ഇൻ സെൽ L3. L3യിൽ ഡിപ്രീസിയേഷൻ കാണാനുള്ള ഫോർമുല എൻ്റർ ചെയ്യാം. നമുക്കറിയാം ഡിപ്രീസിയേഷൻ കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? യെസ്, ഈക്വൽ ടു DB കോസ്റ്റ് സാൽവേജ് ലൈഫ് പീരീഡ് മന്ത്. അതായിരുന്നു അതിൻ്റെ ഫോർമുല. ഇനി നമുക്ക് അതിൻ്റെ ഫോർമുല നമുക്ക് ആ സെല്ലിൽ ടൈപ്പ് ചെയ്യാം, ഈക്വൽ ടു DB ബ്രാക്കറ്റിൽ G3, H3, I3, J3, K3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ്, എൻ്റർ ദി ഫോർമുല ടു ഫൈൻഡ് ക്ലോസിംഗ് ബാലൻസ്. അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണാൻ വേണ്ടിയിട്ട് M3യിൽ ഇക്വേഷൻ ടൈപ്പ് ചെയ്യുക, ഈക്വൽ ടു G3 മൈനസ് L3. G3 എന്ന് പറയുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ആണ്, L3 എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് നമുക്ക് കിട്ടും. നെക്സ്റ്റ്, കോപ്പി ദി സെയിം ഫോർ ഓൾ അതർ അസറ്റ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ. ബാക്കിയുള്ള എല്ലാ അസറ്റുകൾക്കും വേണ്ടിയിട്ട് ഈ ഒരു ഫോർമുല അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻസ് എല്ലാം കോപ്പി ചെയ്യുക. ഏതെങ്കിലും കോളത്തിൻ്റെ ടോട്ടൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ടോട്ടൽ ചെയ്ത് കാണിക്കുക. ഇത്രയാണ് ഡിപ്രീസിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യാനുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.